Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാരും ഭക്ഷണം കഴിച്ചോ? Good afternoon, Miss. Good afternoon. ഫുഡ് കഴിച്ചോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം കേട്ടോ. ലാസ്റ്റത്തെ ഒരു 15 മിനിറ്റ്സ് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ ആണോ? ചോദ്യം ചോദിച്ചോട്ടെ? ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? 15 മിനിറ്റ് ഒന്നല്ല കേട്ടോ, ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ മാത്രം. ഓക്കെ, അപ്പൊ നമ്മള് കോഡ് യെല്ലോ സ്റ്റാർട്ട് ചെയ്തു തോന്നണം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സില് കോഡ് യെല്ലോ അല്ലേ എടുത്തത്, സ്റ്റാർട്ട് ചെയ്തത്? Yes or no? Yes. Okay. An external disaster has occurred. The hospital will be receiving patients in excess normal. അതായത് ഒരു എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ റിസീവ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിവിലും നോർമൽ ആയിരിക്കുള്ളൂ, അതായത് അബ്നോർമൽ ആയിരിക്കുള്ളൂ. കൂടുതലായിട്ട് ആളുകളെ എടുക്കുന്നു. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പുറത്തൊരു പ്രസവം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായി, അങ്ങനെയുള്ള ഒരു ഫാക്ടറിയിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചു വന്നതല്ലേ, ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഇന്റേണൽ ഡിസാസ്റ്റർ പഠിച്ചു, നമ്മള് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ പഠിച്ചായിരുന്നു അല്ലെ? ആ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്താണ് എന്ത്, നമ്മള് ഈ കോഡ് യെല്ലോ, അതായത് ഹോസ്പിറ്റലുകളിലും കോഡ് യെല്ലോ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിവിലും കൂടുതലായിരിക്കും. ഓക്കെ, then second table, locate and follow emergency action plans manual. Upon learning of an alert, all departments should activate their department specific disaster plan as outlined in the hospital emergency procedure manual. CMO should report to the emergency operations center in charge located in the nursing administration 1841. Okay, അതായത് ഹോസ്പിറ്റൽ ആക്ഷൻ എമർജൻസി ആക്ഷൻ പ്ലാൻ തുറന്ന് ഓരോ വിഭാഗവും അവരുടെ ഡിസാസ്റ്റർ പ്ലാൻ ആരംഭിക്കുന്നു. അതായത് എന്ത് ചെയ്യുന്നു,
ഈ ഒരു കോഡ് യെല്ലോ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയകളും എന്ത് ചെയ്യുന്നു, എമർജൻസി ആയിട്ട് ആക്ഷൻ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മാത്രമല്ല ഓരോ വിഭാഗങ്ങളുണ്ട് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലിന്റെ. ആ ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ഡിസാസ്റ്റർ പ്ലാൻ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CMO എന്ന് പറയുന്നത് ആരാണ്? CMO രണ്ട് തരത്തിൽ നമുക്ക് പറയാം കേട്ടോ. ഒന്ന് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വരാം, രണ്ട് ചീഫ് മെഡിക്കൽ ഓഫീസർ വരാം. ഓക്കെ, ചീഫ് മെഡിക്കൽ ഓഫീസർ വരാം കേട്ടോ. രണ്ട് തരം ആളുകൾ വരാം കേട്ടോ. ഒന്ന് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, രണ്ട് ചീഫ് മെഡിക്കൽ ഓഫീസർ. ഇവിടെ പറയുന്നത് ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഇത് നഴ്സിംഗ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, കുറെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു നഴ്സിംഗ് ഓഫീസിൽ എന്ത് ചെയ്യണം? നഴ്സിംഗ് സൂപ്പർവൈസറോട് ഈ ഒരു കാര്യം, അതായത് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പദ്ധതികള് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ഈ ഒരു CMO അറിയിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് ഓഫീസിൽ അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലും റിപ്പോർട്ട് ചെയ്യേണ്ടത് CMO ആണ്. അപ്പൊ ഡിസാസ്റ്റർ, അതായത് കോഡ് യെല്ലോ പുറപ്പെടുവിക്കുന്ന സമയത്ത് നഴ്സിംഗ് ഓഫീസിൽ അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ വിവരം അറിയിക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? പറയൂ, കമന്റ് ചെയ്യൂ. CMOയുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ 1841 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അറിയിക്കേണ്ട ആളുടെ നമ്പറും കൂടി അവിടെ ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്യുക. Then next one, check over all status of the ER department such as facilities, supplies and assess staffing needs. Notify department in charge coordinator. All departments should send extra staff to the ER wing. അതായത് ER ഫെസിലിറ്റീസ്, സപ്ലൈ, അതുപോലെ സ്റ്റാഫിംഗ് എന്നിവ പരിശോധിക്കുക. അതായത് ഇത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഒട്ടുമിക്ക ആളുകളെയും കൊണ്ടുപോകുന്നത്. അപ്പോ ഈ എമർജൻസി റൂം അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റീസ് ചെക്ക് ചെയ്യണം. അവിടെ സാധനങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ മരുന്നുകൾ ഉണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്റ്റാഫിങ്, അവിടെയുള്ള സ്റ്റാഫുകളുടെ എണ്ണം മതിയാകുമോ, അവര് ഓക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. പിന്നെ അധിക സ്റ്റാഫിന് ആവശ്യമുണ്ടെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സ്റ്റാഫുകളെ അയക്കേണ്ടതുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അധിക സ്റ്റാഫുകളെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സ്റ്റാഫുകളെ അയക്കണം. ഓക്കെ, then next one, as designated staff arrives, each person with a role in the emergency manual plan will receive a job action sheet. All other on-duty staff not otherwise assigned to ER positions should remain in their department and maintain normal operations. അതായത് ഡിസിഗ്നേറ്റഡ്, അതായത് ഓരോരുത്തർക്കും ഓരോ ജോലി റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ വരുമ്പോൾ അവർക്ക് ഓരോ റോള് കൊടുക്കണം. അതായത് ഇന്ന ജോലിയാണ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇത് ചെയ്യണം അല്ലെങ്കിൽ അവരത് ചെയ്യണം എന്നുള്ളൊരു ജോലി അല്ലെങ്കിൽ ഡ്യൂട്ടി അവർക്ക് കൊടുത്തിരിക്കണം. അവർ ചെയ്യേണ്ട ജോലി വിശദമായിട്ട് ജോബ് ആക്ഷൻ ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജോബ് കാർഡ്, അപ്പൊ ജോബ് ആക്ഷൻ ഷീറ്റിൽ അത് എഴുതിയിട്ടുണ്ടാണ് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, അവരുടെ പേര് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി അതുപോലെ തന്നെ ഡ്യൂട്ടിയിലുള്ള നഴ്സുമാര് മാത്രം മതിയാകും അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകൾ മാത്രം മതിയാകും അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കി ആളുകളുണ്ടെങ്കിലൊക്കെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവരെ അയക്കുക എന്നുള്ളതുമാണ് അവിടെ പറയുന്നത്. ഓക്കെ, കോഡിയല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ? കോഡിയല്ലോ? കോഡ് വയലറ്റ് നിങ്ങൾ ആദ്യം ഒന്ന് റീഡ് ചെയ്തേ, മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്തേ എന്താണ് കോഡ് വയലറ്റ് എന്നുള്ളത്. എന്നിട്ട് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തമ്പ് ചെയ്യുക, നിങ്ങൾ തമ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം.
ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഒന്ന് മെസ്സേജ് ചെയ്തേ. എന്തിനാണ് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? അവിടെ തന്നെ കൊടുത്തിട്ടില്ലേ ഒരു കാര്യം? അസിസ്റ്റൻസ് ഇസ് നീഡഡ് വിത്ത് ആൻ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ് അല്ലെ? ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ് നോട്ട് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്ത് പോവാ. അതായത് സഹായം ആവശ്യമുള്ള ഒരു സമയം എപ്പോഴാ കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? അതായത് നിയന്ത്രണം വിട്ടൊരു വ്യക്തി ആശുപത്രിയില് മാനസിക നില തെറ്റിയ അല്ലെങ്കിൽ വളരെ അക്രമാസക്തനായിട്ടുള്ള ഒരു വ്യക്തി, അതായത് അദ്ദേഹത്തിന്റെ കൺട്രോള് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ നിയന്ത്രണ വിധേയനാണ്. അദ്ദേഹത്തിന് സറൗണ്ടിങ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളെ കുറിച്ചോ യാതൊരു വിധത്തിലുള്ള അവയർനെസ്സോ അല്ലെങ്കിൽ ഒരു ബോധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ മാനസിക നില അല്ലെങ്കിൽ എന്താ പറയാ ഒരു മെന്റൽ സ്റ്റാറ്റസ് അപ്പാടെ പോയിരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോ അദ്ദേഹം എന്താ പറയാ ആളുകളെ ചിലപ്പോ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാം. അപ്പോ ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ അതായത് അടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡാണെന്ത്? കോഡ് വയലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, a code violet should not be activated where a gun or weapon may be involved. അതായത് ഈ ഒരു വ്യക്തി ഗണ്ണോ വെപ്പണോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരം തോക്കുകളോ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്? കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോ മെന്റൽ ഹോസ്പിറ്റലൊക്കെ എന്ന് പറഞ്ഞാൽ, മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ്. സാധാരണ ഒരു ഹോസ്പിറ്റലില് ചിലപ്പോ ഇത്തരത്തില് മാനസികമായിട്ട് ചിലപ്പോൾ ഡൗൺ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ചിലപ്പോ അവർക്ക് അത്ര എന്താ പറയാ അവരുടെ കുറച്ച് ചില കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതലായിട്ട് അവര് വയലന്റ് ആവുന്നത് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അതായത് അവരുടെ ശരീരത്തിന് ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാകാം, അതുകൂടെ ഇങ്ങനെ വയലൻസ് കാണിക്കുന്ന ഒരു പ്രകൃതമൊക്കെ ആണെങ്കിൽ അത്തരം ചില സാഹചര്യങ്ങളിലാണ് ഈ ഒരു കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഒരു വെപ്പൺ അല്ലെങ്കിൽ ഒരു ആയുധം അല്ലെങ്കിൽ ഒരു ഗൺ, തോക്ക് എന്നിവ കൈവശമുണ്ടെങ്കിൽ എന്താണ്? കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമയത്ത് നമുക്ക് നോക്കാം. അപ്പോ ഇത്തരത്തിലുള്ള ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡയൽ എമർജൻസി നമ്പർ ടു ഇനീഷ്യേറ്റ് കോഡ് വയലറ്റ് and report the location, contact security and nursing supervisor immediately. അതായത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് എമർജൻസി നമ്പറിലോട്ട് ഡയൽ ചെയ്യുക. ഓക്കെ, എമർജൻസി നമ്പറിലോട്ട് ഡയൽ ചെയ്തിട്ട് കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ എവിടെയാണ് ആ വ്യക്തി ഉള്ളത് ആ ലൊക്കേഷൻ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ സെക്യൂരിറ്റിയെയും അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറെയും ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ്? ആദ്യം തന്നെ എമർജൻസി നമ്പറിലോട്ട് ഡയൽ ചെയ്യണം. അതുപോലെ തന്നെ കോഡ് വയലറ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയണം. ദെൻ ഏത് ലൊക്കേഷനിലാണോ ആ വ്യക്തി ഉള്ളത് ആ സ്ഥലം റിപ്പോർട്ട് ചെയ്യണം. പിന്നെ സെക്യൂരിറ്റിയെയും നഴ്സിംഗ് സൂപ്പർവൈസറിനെയും ഇമ്മീഡിയറ്റ് ആയിട്ട് വിവരം അറിയിക്കുകയും വേണം. നെക്സ്റ്റ് നോക്കാം, നമുക്ക് ടേബിളിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന്. ഡു നോട്ട് അറ്റംപ്റ്റ് ടു കൺട്രോൾ ദ ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽ. സെക്യൂരിറ്റി വിൽ പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ റെസ്പോണ്ടിങ് പേഴ്സണൽ ഓൺ ദ ടൈപ്പ് ഓഫ് അസിസ്റ്റൻസ് റിക്വയർഡ്. അതായത് നമ്മളിത് കണ്ടു കഴിഞ്ഞാല് ഇപ്പോ ഹോസ്പിറ്റലിലുള്ള മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ചില ആളുകൾ, രോഗികൾ ഉണ്ടാകാം, രോഗികളുടെ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാകാം, അവരൊക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫുകൾ ഉണ്ടാകാം. ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു ആവേശം മൂത്ത് ആ ഒരു വ്യക്തിയെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പോകരുത്. നമ്മളിപ്പോ കണ്ടു അയാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വയലൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ ഒന്ന് അടക്കി നിർത്താമെന്ന് വിചാരിച്ച് ചിലപ്പോ നമ്മള് അയാളുടെ അടുത്ത് പോയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ, അയാളെ ആ ഒരു വയലൻസിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല.
അതായത് സെക്യൂരിറ്റി അവിടെ വന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് വരെ അല്ലെങ്കിൽ അയാൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെക്യൂരിറ്റിയുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കാത്ത് നിൽക്കേണ്ടതുണ്ട്, വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? Then next one, do not confront the individual with a weapon. അതുപോലെ തന്നെ നമ്മളിപ്പോ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ആയുധം ഉപയോഗിച്ചൊരിക്കലും കീഴ്പ്പെടുത്തരുത്. അതായത് നമ്മൾ മാരകായുധങ്ങളോ കത്തി ഉണ്ടാവാം, ചിലപ്പോ എന്താ പറയാ, അല്ലെങ്കിൽ തോക്കുണ്ടാകാം. അങ്ങനെ എന്താണ് ഒരു വ്യക്തിയെ നമ്മൾ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് പലവിധ മാർഗങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും ആയുധം വെപ്പൺ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? കോഡ് വയലറ്റ്. അടുത്തത് പറഞ്ഞോട്ടെ. അടുത്തത് കോഡ് ബ്രൗൺ ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് വായിക്കുക, റീഡ് ചെയ്യുക കേട്ടോ. കോഡ് ബ്രൗൺ. ഓക്കെ, കഴിഞ്ഞു. Okay. Code Brown. An adult patient is missing, lost or abducted from the hospital. അതായത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മുതിർന്ന വ്യക്തി മിസ്സായി പോകുന്ന സമയത്ത് ഓക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡാണെന്ത്? കോഡ് ബ്രൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വ്യക്തി അഡൽട്ട്, അതായത് മുതിർന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുവാണ്? അവിടെ നിന്ന് പോവാണ്. ചിലപ്പോ ഒളിച്ചോടി പോവായിരിക്കും, അബ്ഡക്റ്റഡ്, അതാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തെ കാണാതാവുകയോ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന കോഡ്. ഓക്കെ. Then when a patient is missing from a patient care unit or outpatient clinic and it is suspected that the patient has allotted been abducted or is lost, conduct a unit search. If the patient does not return, ask the operator to initiate the code Brown. Notify security and provide a physical description of the patient, clothing worn by the patient when last seen. Notify SMA on call guest relation manager. Okay. അതായത് ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ്. അതായത് ചിലപ്പോ അദ്ദേഹം പോകുന്നത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ അവിടെ കിടത്തി ചികിത്സയിലുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ വന്ന, അതായത് ഔട്ട് പേഷ്യന്റ് സർവീസ് നേടാൻ വന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നത്തെ ഏതെങ്കിലും ഒരു വ്യക്തി, അതായത് ഈ രണ്ട്, ഒന്നില്ലെങ്കിൽ ഇൻപേഷ്യന്റിലായിരിക്കാം അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം, ഈ സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തിയെ കാണാതാവുകയാണ്. ചിലപ്പോ ഇലോപ്പഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഇലോപ്പഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലോപ്പഡ് ഒളിച്ചോടി പോവുക.
ഓക്കെ, നമ്മൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിന്റെ മതിൽ ചാടി പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ എന്താ ഇതിനെ പറയുന്നേ? എലോപ്പെടുന്ന പറയാ കേട്ടോ, ഒളിച്ചോടി പോവുക. ബീൻ അബ്ഡക്റ്റഡ്. അബ്ഡക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? തട്ടിക്കൊണ്ടുപോവുക. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, മറ്റാളുകൾ ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാറുണ്ട്. നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ട് അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സായിട്ടുള്ള കേസുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? മൂവീസിലൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് വന്നിട്ട് that is abducted. Okay, or is lost. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളെ നഷ്ടപ്പെടുവാണ്, ചിലപ്പോ കിഡ്നാപ്പ് ചെയ്യപ്പെടാം അല്ലെ? അതായത് ഈ അബ്ഡക്റ്റഡ് തന്നെ മീനിങ് ആണ് ലോസ്റ്റ്, നഷ്ടപ്പെടാം. അപ്പൊ ഒളിച്ചോടി പോവുകയോ അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് കാണാതായി പോവുകയോ ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം അവര് നോക്കും ചുറ്റും, അതായത് ഹോസ്പിറ്റലിന്റെ സറൗണ്ടിങ്സും മുഴുവനും അവരെന്ത് ചെയ്യും, ചിലപ്പോൾ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തതിനു ശേഷവും ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ, അദ്ദേഹം തിരികെ വന്നില്ല എങ്കിൽ ടെലിഫോൺ ഓപ്പറേറ്ററോട് പറയും കോഡ് ബ്രൗൺ ആക്ടിവേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പറയില്ല, ആ വ്യക്തി ആ ഒരു പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നന്നായിട്ട് സെർച്ച് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോഡ് ബ്രൗൺ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫീസറെ അറിയിക്കും. ഓക്കെ, സെക്യൂരിറ്റി ഓഫീസറെ അറിയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അതായത് ആ വ്യക്തിയുടെ പൊതുവെയുള്ള ആ ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, അതായത് ഉയരമുള്ള വ്യക്തിയാണോ, ഉയരം കുറഞ്ഞ വ്യക്തിയാണോ, അതല്ലെങ്കിൽ വണ്ണമുള്ള പേഷ്യന്റ് ആണോ, വണ്ണം കുറഞ്ഞിട്ടുള്ള മെലിഞ്ഞിട്ടുള്ള പേഷ്യന്റ് ആണോ, കറുത്ത നിറമാണോ, വെളുത്ത നിറമാണോ, അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതും ചിലപ്പോൾ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തെ ലാസ്റ്റ് കാണുമ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന ഡ്രസ് എന്താണ്, വസ്ത്രം എന്താണ്, അതിനെക്കുറിച്ച് വിവരങ്ങൾ കൊടുക്കും. ദെൻ അതുപോലെ തന്നെ നോട്ടിഫൈ SMA. SMA എന്ന് പറയുന്നത് സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക, സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ. Senior Medical Administrator. Okay. Okay, Senior Medical Administrator. അപ്പോ അദ്ദേഹത്തെ, അതായത് സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിക്കും. അതുപോലെ തന്നെ ഗസ്റ്റ് റിലേഷൻ മാനേജർ, ആ ഒരു റാങ്കിൽ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, അവർക്കൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കാറുണ്ട്. ക്ലിയർ ആണോ? എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? The next one, notify the patient's attending physician and or staff on call, notify the nursing supervisor on duty, notify family as appropriate. The nursing supervisor will contact the administrator on call. The administrator on call will contact the police for notification. അതായത് ഈ ഒരു വ്യക്തിയെ കാണാതായി എന്നറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാറുണ്ട്, അതായത് ഈ വ്യക്തിയെ നോക്കുന്ന ഡോക്ടർ ഉണ്ട് അല്ലെ, ഫിസിഷ്യൻ ഉണ്ട്, അതായത് ഇദ്ദേഹത്തെ ചികിത്സിക്കുന്ന, ഈ മിസ്സിംഗ് ആയിട്ടുള്ള പേഷ്യന്റിനെ ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ട്, അദ്ദേഹത്തിന് ഉടൻ തന്നെ വിവരം അറിയിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്ന, അതായത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന മറ്റു ചില സ്റ്റാഫുകളുണ്ട്, അവരെയും വിവരം അറിയിക്കും. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറിനെ വിവരം അറിയിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫാമിലിയെ വിവരം അറിയിക്കും. അതായത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലി അവിടെ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ അവരോടും ഈ ഒരു ഇൻഫോർമേഷൻ പറയുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിക്കും. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസറിനെ ആദ്യം അറിയിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിക്കുന്നു. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു, പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയേ, ആദ്യം പേഷ്യന്റിന്റെ ഫിസിഷ്യനെ വിവരം അറിയിക്കുന്നു, അതുപോലെ അവിടെയുള്ള സ്റ്റാഫുകളെ വിവരം അറിയിക്കുന്നു, ദെൻ നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിക്കുന്നു,
ഫാമിലിയെ വിവരം അറിയിക്കുന്നു. ഇനി നഴ്സിംഗ് സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നു? അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിക്കുന്നു. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു? പോലീസിനെ വിവരം അറിയിക്കുന്നു. ഓക്കെ, ഇത്തരത്തിലാണ് ആ ഒരു ഇൻഫോർമേഷൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. The next one, social worker, nursing staff will assist the patient family members and the staff during the crisis. Upon locating the patient, notify the in-charge nurse and the NSC supervisor that the patient has been located and describe the patient status. The nursing supervisor will notify the administrator on call regarding the return status of the patient. The in-charge nurse will contact the attending physician or on-call house staff that the patient has returned to the unit, assess and document the patient status. നോക്കാം നമുക്ക് എന്താണെന്നല്ലേ. അതായത് ഈ ഹോസ്പിറ്റലുകളിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഈ സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവിടെയുള്ള നഴ്സുമാർ എന്ത് ചെയ്യും? അതായത് ഈ കാണാതായി പോയിട്ടുള്ള പേഷ്യന്റിന്റെ ഫാമിലിയെ ആശ്വസിപ്പിക്കും. അതായത് അവർക്ക് ചിലപ്പോ ചില സപ്പോർട്ടൊക്കെ കൊടുക്കാനുണ്ട്, അല്ലെ മെന്റൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കാനുള്ള സമയമാണത്. അപ്പോ ഇവരെന്ത് ചെയ്യുന്നു? ആരാണ്? സോഷ്യൽ വർക്കേഴ്സും അതുപോലെ തന്നെ ഈ ഒരു നഴ്സുമാരും അവിടെയുള്ള അതായത് പേഷ്യന്റിന്റെ ഫാമിലിയെ എന്ത് ചെയ്യുന്നു? ഫാമിലി മെമ്പേഴ്സിനെ ആശ്വസിപ്പിക്കുന്നു. അതായത് ഈ ക്രൈസിസ്, അതായത് ഈ കാണാതെ പോകുന്ന സമയത്ത്. ഓക്കെ, ഇനി അപ്പോൺ ലൊക്കേറ്റിംഗ് ദ പേഷ്യന്റ്, അതായത് പേഷ്യന്റ് എവിടെയാണെന്ന് വിവരം കിട്ടിക്കഴിഞ്ഞാല്, അതായത് പോലീസിനൊക്കെ ഇൻഫോം ചെയ്തല്ലോ, അപ്പൊ പെട്ടെന്ന് പേഷ്യന്റിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ പേഷ്യന്റ് എവിടെയാണെന്ന് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാല് എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിക്കുന്നു. NSG സൂപ്പർവൈസർ എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് കേട്ടോ. അവരെ വിവരം അറിയിക്കുന്നു. എന്താണ് വിവരം അറിയിക്കുന്നത്? പേഷ്യന്റിനെ കണ്ടുകിട്ടി എന്നുള്ള വിവരം അറിയിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യന്റ് ഇപ്പോൾ എന്ത് സ്റ്റാറ്റസിലാണ്? പോയ പോലെ തന്നെയാണോ അയാൾ അവിടെ ഉള്ളത്? അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോ കറന്റ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ സ്റ്റാറ്റസ് നഴ്സിംഗ് സൂപ്പർവൈസറെ അറിയിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേറ്ററെ വിവരം അറിയിക്കുന്നു. ഈ ഒരു പോയ ആളെ തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ അയാളെ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള കാര്യം അഡ്മിനിസ്ട്രേറ്ററോട് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റിട്ടേൺ സ്റ്റാറ്റസ്, അതായത് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വരുന്നത്? പോലീസാണോ കൊണ്ടുവരുന്നത്? വാഹനത്തിലാണോ വരുന്നത്? അല്ലെങ്കിൽ ട്രെയിനിലാണോ വരുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇൻചാർജ് ആയിട്ടുള്ള നഴ്സ് എന്ത് ചെയ്യുന്നു? നഴ്സിംഗ് സൂപ്പർവൈസർ അല്ല, ഇൻചാർജ് ആയിട്ടുള്ള നഴ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? അറ്റൻഡിങ് ഫിസിഷ്യൻ, അതായത് ആ രോഗിയെ നോക്കുന്ന ഡോക്ടറോട് വിവരം പറയുന്നു. ഈ പേഷ്യന്റ് തിരിച്ച് എത്താനായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കണ്ടുകിട്ടി എന്നുള്ള വിവരം അറിയിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് പേഷ്യന്റിന്റെ മനോനില പരിശോധിക്കുന്നു. അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റാറ്റസ് പരിശോധിച്ച് കൺഫേം ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു തന്നായിരുന്നോ? പറയട്ടെ ഞാൻ ഒന്നും കൂടെ ഏതൊക്കെയാണെന്ന്. ലാസ്റ്റ് നിന്ന് തുടങ്ങാം നമുക്ക് കേട്ടോ. ലാസ്റ്റത്തെ ടേബിള് കംപ്ലീറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാ? പലതരം കോഡുകൾ. അതിനകത്ത് കോഡ് ബ്രൗൺ വരാം, കോഡ് വയലറ്റ് വരാം, കോഡ് യെല്ലോ വരാം, കോഡ് ബ്ലൂ, കോഡ് ഓറഞ്ച്, കോഡ് പിങ്ക്, കോഡ് റെഡ്.
ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കണം. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, സോ അത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, പിക്ചർ കാണുന്നുണ്ടോ നിങ്ങള്? ആ പിക്ചർ ചിലപ്പോ ചോദിക്കാം, മിസ്സിംഗ് പാർട്ട് ചോദിക്കാം കേട്ടോ. മിസ്സിംഗ് പാർട്ട് ഏതാണ് ഇതില് എന്ന് ചോദിക്കാം. അപ്പൊ മിസ്സിംഗ് പാർട്ട് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അതിന്റെ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടാകാം, അതിൽ നിന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ആ ഒരു പ്രോസസ്സ്, അതിന്റെ പലതരത്തിലുള്ള സ്റ്റേജസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതും ചോദിക്കാം. സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം ചോദിക്കാം, റെസ്പിറേഷൻ ചോദിക്കാം, പെർഫ്യൂഷൻ ചോദിക്കാം. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ ടാഗ് ചോദിക്കാം കേട്ടോ. കോഡ് ക്രിട്ടിക്കൽ പേഷ്യന്റിന് റെഡ് ടാഗ് ആണ്, അർജന്റ് പേഷ്യൻസിന് യെല്ലോ ടാഗ് ആണ്. അതൊക്കെ ചോദിക്കാം. പിന്നെ ഈ കാറ്റഗറി 1 ചോദിക്കാം, 2 ചോദിക്കാം, 3 ചോദിക്കാം, 4 ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ഏതുമായി ബന്ധപ്പെട്ടതാ? ഒന്ന് മെസ്സേജ് ചെയ്തേ നിങ്ങൾ, ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. ഏത് കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഓൾ ക്ലിയർ അനൗൺസ്മെന്റില്? കമന്റ് ചെയ്യൂ. കോഡ് ഗ്രീൻ. ഓക്കെ, അത് ചിലപ്പോ ചോദിക്കാം കേട്ടോ. പിന്നെ ട്രീറ്റ്മെന്റ് ഏരിയ ചോദിക്കാം. പിന്നെ ഇതൊരു ഈ നമ്മളെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ വെച്ചിട്ട്, അത് ചോദിക്കാം. ജോബ് കാർഡ് ചോദിക്കാം. പിന്നെ മേജർ ഡിസാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. മേജർ ഡിസാസ്റ്റേഴ്സ്, ഡിസാസ്റ്റർ ഫേസ് ഉണ്ട് കേട്ടോ, എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതിനകത്ത് ഡിസാസ്റ്റർ ഫേസില് പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്, അങ്ങനെ 3 ആയിട്ടാണല്ലോ. അതിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നാവുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അത്ര ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? എങ്ങനെയുണ്ടായിരുന്നു? പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ്. ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ഒട്ടുമിക്കതും കുറച്ച് വലുതാണ് കേട്ടോ, അതുകൊണ്ട് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ബോറടിക്കുന്നുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. ഇനിയുള്ള ചാപ്റ്ററും ബോറടിയുള്ള ചാപ്റ്റർ തന്നെയാണ് കേട്ടോ കുറച്ച്. അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബ് ആണ്. കേട്ടിട്ടുണ്ടോ? എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാബ്? നാബ് കേട്ടിട്ടുണ്ടോ? നാബ് പറയൂ. ഉണ്ടല്ലേ. എന്താണ് നാബ്? നാബിന്റെ പ്രത്യേകത എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് നാബ് പ്രവർത്തിക്കുന്നത്? എന്താണ് ഈ ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ?
കമന്റ് ചെയ്തേ അറിയാവുന്നവരുണ്ടെങ്കില്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് അല്ലേ? ഓക്കെ. പിന്നെ പിന്നെന്താ? മെഡിക്കൽ സർവീസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ഓക്കെ. അക്രഡിറ്റേഷൻ ശരിയാണ്. അംഗീകാരം നൽകുന്നത് അല്ലെ? ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാ? നാബ. ഓക്കെ, NABH എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നാബിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ഇവിടെ പഠിക്കാനുണ്ട്. അതുപോലെ ക്വാളിറ്റി അഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. തുടക്കത്തിൽ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നാം, കാരണം ഉറക്കമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാ. കുറച്ച് ഡെഫിനിഷൻ ആണ്. അപ്പോ ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ എടുത്ത് പറയാനാണ് നിവൃത്തിയുള്ളൂ. സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞു തരാം, പക്ഷെ എത്രത്തോളം നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യുന്നെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ നോട്ട് തരാം, മലയാളത്തില് കുറച്ച് നോട്ടുകൾ തരാം. അപ്പൊ അതൊന്ന് നിങ്ങൾ മലയാളത്തിൽ കൂടി എഴുതിയെടുക്കുക. അപ്പൊ കുറച്ചും കൂടി വൃത്തിക്ക് മനസ്സിലാവും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്നാ. Okay, chapter 11, quality assurance and NAB. Okay. Degree to which a series of inherent characteristics fulfill needs, International Organization for Standardization. Characteristics suggest a distinguishing feature, requirements are a need or assumption that is stated, normally implied or mandatory. Degree of adherence to pre-established criteria or standards. Okay. അതായത് ഇവിടെ പറയുന്നത് ക്വാളിറ്റിനെ കുറിച്ചിട്ടാണ്. ക്വാളിറ്റി ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ക്വാളിറ്റി? എന്താണ് ക്വാളിറ്റിയുടെ മീനിങ്? ക്വാളിറ്റി എന്താ? ഗുണമേന്മ അല്ലെ? ശരിയാണ്, ഗുണമേന്മയാണെന്ത് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ക്വാളിറ്റി എന്നത് ഒരു ഉൽപ്പന്നം, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സേവനം, ഏതെങ്കിലും ഒരു സർവീസ്, അത് എത്രത്തോളം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ക്രൈറ്റീരിയക്ക് ചേർന്നതാണ് എന്ന് തീരുമാനിക്കുന്നതാണ് എന്ത് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുവാണ് കടയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് കൈപ്പറ്റുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സർവീസ് ആണ്, അതൊരു പ്രൊഡക്റ്റ് അല്ല അല്ലെ? അവര് നൽകുന്നത് ഒരു സർവീസ് ആണ്. ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ, ഇപ്പൊ ഞാൻ ഷോപ്പിൽ നിന്ന് പോയിട്ട് ഒരു സോപ്പ് വാങ്ങിയെന്ന് വിചാരിക്കുക. ആ സോപ്പ് ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് എന്തുണ്ട്, നേരത്തെ തന്നെ എന്റെ മനസ്സിൽ ഒരു വിചാരമുണ്ട്, ഈ സോപ്പ് കൊള്ളാം, കുറച്ചും കൂടി നല്ലതാണ്, കുറച്ചും കൂടി എന്താ പറയാ വാല്യൂ ഉള്ള സോപ്പാണ്, കുറച്ച് കൂടുതൽ കാലം നിൽക്കും, ഉപയോഗിക്കാനായിട്ട് പറ്റും, പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ വെളുക്കും. ഇങ്ങനെയുള്ള ധാരണകളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ആ സോപ്പ് ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, കസ്റ്റമർ എന്ന് പറയുന്നത് ആരാ? ഉപഭോക്താവ്. അദ്ദേഹം നേരത്തെ തീരുമാനിച്ചു വെച്ച ക്രൈറ്റീരിയകൾക്കനുസരിച്ചിട്ടാണോ ആ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആകുന്നത്, അതിനെ ക്വാളിറ്റി എന്ന് പറയും. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഉണ്ടെങ്കിൽ ഇല്ലെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. ഓക്കെ ആണോ? മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാ?
ഒന്ന് കമന്റ് ചെയ്തേ. ഷാംപൂ ആവാം, സോപ്പ് ആവാം, എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ കറി പൗഡർ ആകാം. പലർക്കും പല കാര്യങ്ങളാണ് കൂടുതലായിട്ട് അവർ വാങ്ങുന്നത് അല്ലെ. എല്ലാ സാധനങ്ങളും വാങ്ങുമെങ്കിലും ചിലപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് ഇഷ്ടമാണ് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മേക്കപ്പ് ഓക്കെ, മേക്കപ്പ് പ്രൊഡക്ട്സ് അതിലോട്ട് വരാം നമുക്ക്. മേക്കപ്പ് പ്രൊഡക്ട്സ് അത് കൂടുതലായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ വാങ്ങുന്നുണ്ട് അല്ലെ. പണ്ടൊക്കെ നമ്മള് കൂടുതലായിട്ട് അത് ഉപയോഗിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കൂടുതൽ ഉപയോഗം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചിലര് നേരിട്ട് വാങ്ങാം, ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാം. മറ്റു പലര് ഓൺലൈൻ വഴി വാങ്ങാം. അപ്പൊ ഇത് വാങ്ങാനായിട്ട് നമ്മള് ഇപ്പൊ ഓൺലൈൻ വഴിയാണ് വാങ്ങുന്നതെങ്കിൽ ഇത് വാങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എന്താ പറയാ, കീ അവിടെ പ്രസ് ചെയ്യോ അല്ലെ, ഓക്കെ എന്നുള്ളൊരു, അല്ലെങ്കിൽ വേണം എന്നുള്ളൊരു കൺഫേം. നമുക്കറിയാലോ പലതരത്തിലുള്ള, ഇപ്പൊ ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, അതിലെ കൂടെയൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ വാങ്ങുന്നതിന് മുമ്പ്, നമ്മളത് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. എന്താ ചിന്ത? ഞാനിപ്പോ ലിപ്സ്റ്റിക് ആണ് വാങ്ങുന്നത്. ആ ലിപ്സ്റ്റിക്ക് നല്ല കളറാണ്, കുറച്ചു കാലം അത് ഈട് നിൽക്കും, ഭയങ്കര ബ്രൈറ്റൻ ആണ്, അങ്ങനെയൊക്കെ കുറെ അധികം ക്രൈറ്റീരിയ എന്റെ മനസ്സിലുണ്ട്. അപ്പോ എന്റെ ആ ഒരു ക്രൈറ്റീരിയക്ക് അനുസരിച്ചിട്ടാണോ ആ സാധനം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ആ സാധനം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണോ അത് വന്നിട്ടുള്ളതെങ്കിൽ ദാറ്റ് ഈസ് ക്വാളിറ്റി. ഓക്കെ, മനസ്സിലായോ എന്താണ് ക്വാളിറ്റി? ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ ആണല്ലേ. അപ്പോ കസ്റ്റമർ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ലിപ്സ്റ്റിക്കിന്റെ കാര്യവും സോപ്പിന്റെ കാര്യവും ഒക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുവാണെങ്കിൽ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല, അതൊരു സർവീസ് ആണ് അല്ലെ, സേവനമാണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയാണോ, അല്ലെങ്കിൽ എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണോ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും താഴെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുക. ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അല്ലെ. അപ്പൊ നമ്മുടെ ഇതനുസരിച്ച്, നമ്മുടെ ചിന്ത അനുസരിച്ച് നമ്മൾ വിചാരിച്ച പോലെയാണ് അവിടുന്ന് നമുക്ക് സർവീസ്, ഹോസ്പിറ്റലിൽ നമുക്ക് സർവീസ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമാണ്. ഇപ്പൊ ഒരു ലിപ്സ്റ്റിക് വാങ്ങുമ്പോൾ 10 മാർക്ക് ആയിരിക്കും ആര് വിചാരിക്കുന്നത്, കസ്റ്റമർ ആയിട്ടുള്ള നമ്മൾ വിചാരിക്കുന്നത് അല്ലെ. ലിപ്സ്റ്റിക്കിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 10 or 10. ഓക്കെ, അപ്പോ അത് വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ 10 or 10 അല്ലെങ്കിൽ 10, 9 ആ ഒരു ഇത് കിട്ടുവാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അതിലും താഴെയാണ് അതിന്റെ മാർക്ക് വരുന്നതെങ്കിൽ നമ്മൾ അൺസാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ചില കാര്യങ്ങള് നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡത്തിലൂടെ ചേരുന്നുവെങ്കിൽ അതിനെ നമുക്ക് ക്വാളിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ISO സ്റ്റാൻഡേർഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. ISO കേട്ടിട്ടുണ്ടോ? ക്വാളിറ്റി നിശ്ചയിക്കുന്നതാണ് അല്ലെ. ഇന്റർനാഷണൽ ലെവലിൽ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്ത്, ISO സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോ അവര് ISO പറയുന്നതനുസരിച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തു ISO സർട്ടിഫൈഡ് ആയിരിക്കും അല്ലെ. നമ്മൾ വാങ്ങിക്കുന്ന പല സാധനങ്ങളും ISO സർട്ടിഫൈഡ് ആയിരിക്കുള്ളൂ. അപ്പോ ISO ഗുണമേന്മ അല്ലെങ്കിൽ ISO ക്വാളിറ്റി എന്നത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സർവീസ്, ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു സർവീസ്, അതിന്റെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉപഭോക്താവിന്റെ, കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്. ഓക്കെ, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് ആ ഒരു കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ് പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ വ്യക്തി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കി അത് ഉറപ്പുവരുത്തുമ്പോഴാണ് ഇത് കൊടുക്കുന്നത് ISO സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും, അതായത് ചില പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ അത് മാൻഡേറ്ററി ആണ്, അതായത് നിർബന്ധമായിട്ട് അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അല്ലെ.
അതിന് ക്വാളിറ്റി വേണ്ടേ? അത് മാൻഡേറ്ററി അല്ലേ? നിർബന്ധമാണോ ഫുഡിന് ക്വാളിറ്റി വേണം എന്ന് പറയുന്നത് മറ്റ് പ്രൊഡക്റ്റിനേക്കാളും? നിർബന്ധമാണ്. കാരണം എന്താ? ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുന്ന ഒരു സാധനമാണ്, നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നതാണ് അല്ലെ? അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ ജീവൻ തന്നെ ഭീഷണിയാകും. അപ്പൊ ചില സർവീസ് അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഇനി ചിലത് ചിലപ്പോ അങ്ങനെ ഇല്ലെങ്കിൽ കൂടിയും അതിന്റെ എന്താ പറയാ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ആ പ്രൊഡക്റ്റിന്റെ നല്ല വാല്യൂ കൊണ്ടോ ചിലപ്പോ എന്ത് ചെയ്യാം, അതിന്റെ ക്വാളിറ്റി വർദ്ധിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യട്ടോ. 5 പോയിന്റ് ഒന്ന് റീഡ് ചെയ്യട്ടെ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യത്തേത് ക്വാളിറ്റി അഷ്വറൻസ് ആണ് കേട്ടോ. QA എന്നാണ് ഷോർട്ട് ഫോമിൽ പറയാ. Is a part of quality management centered on providing confidence that quality requirements will be satisfied. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് പേഷ്യൻസിനെയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും, അതായത് ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരാ? പേഷ്യൻസ് ആണ് അല്ലെ? അപ്പൊ പേഷ്യൻസിനെയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെയും വിശ്വാസത്തിലാക്കുന്നു. അതായത് അവരുടെ ട്രസ്റ്റ് അവിടെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. ഒരു സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സർവീസ് കിട്ടുമ്പോൾ അവരുടേതായിട്ടുള്ള പെരുമാറ്റ രീതികളിലൂടെ പേഷ്യന്റിന്റെ ട്രസ്റ്റ് അവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിറ്റി ഉറപ്പായും, അതായത് ഗുണമേന്മ എന്ന് പറയുന്നത് ഉറപ്പായും പാലിക്കപ്പെടും എന്ന് ഉറപ്പ് നൽകുന്നു. അപ്പൊ ക്വാളിറ്റി അഷ്വറൻസ് എന്താണ്? നിരന്തരമായിട്ടുള്ള സേവനത്തിലൂടെ കസ്റ്റമറിനെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യിപ്പിക്കുകയും അതിലൂടെ കസ്റ്റമറിന് ആ ഒരു പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ ആ ഒരു സർവീസിനോടോ ട്രസ്റ്റ് വരികയും അതുപോലെ തന്നെ ക്വാളിറ്റി നിരന്തരമായി മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ പാലിക്കപ്പെടുമെന്ന് ഉറപ്പ് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ പാരച്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? പാരച്യൂട്ട് വെളിച്ചെണ്ണ. അപ്പൊ ആ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്ന ആ ഒരു ഓയിൽ എന്ന് പറയുന്നത് കുറെ നാള് നമ്മൾ ഉപയോഗിക്കുന്നു. ആ ഉപയോഗത്തിലൂടെ പലതരത്തിലും മുടി വളരുന്നു, മുടി നല്ല കറുത്തതാകുന്നു, ബ്ലാക്ക് ഹെയർ ആകുന്നു എന്നൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ കാലങ്ങളായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുവാണ്. ആ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ കസ്റ്റമറിന് ആ ഒരു പ്രൊഡക്റ്റിനോട് വിശ്വാസം തോന്നുകയും എക്കാലത്തും അല്ലെങ്കിൽ എല്ലാ കാലത്തും ആ ഒരു ക്വാളിറ്റി
കൂടുതലും പാലിക്കപ്പെടുമെന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് ക്വാളിറ്റി അഷ്വറൻസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Then next one quality improvement ആണ് കേട്ടോ. Quality improvement നമുക്ക് നോക്കാം. QI is an ongoing response to quality evaluation data about the service in ways that enhance the process by which service are given to consumers, patients. അതായത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഗുണമേന്മ തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നു. ഓക്കെ, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് വിറ്റഴിക്കുന്നതിലൂടെ അതിന്റെ ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിച്ച് എങ്ങനെയാണ് മെച്ചപ്പെട്ട സർവീസ് അവർക്ക് ഇനിയും കൊടുക്കാമെന്ന് ചിന്തിക്കുന്നതിനെയാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ സേവനം നമ്മൾ തേടുമ്പോൾ ആ ഹോസ്പിറ്റല് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവര് തുടർച്ചയായിട്ട് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുവാണ്. അതായത് അവരുടെ പെരുമാറ്റ രീതികൾ വർദ്ധിപ്പിക്കുന്നു, ട്രീറ്റ്മെന്റില് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, അങ്ങനെ ധാരാളം കാര്യങ്ങൾ പേഷ്യന്റിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അതുപോലെ തന്നെ ഇവിടെ എത്ര പേഷ്യൻസ് ആണ് ഈ ഹോസ്പിറ്റലിൽ വരുന്നത്, അവരെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഓരോരുത്തരെയും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അവർക്ക് എങ്ങനെയാണ് അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതെന്ന് ചിന്തിക്കുകയും കൂടി ചെയ്യുന്നതാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഒന്നുമില്ല? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ അതിനെടുത്തത് ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് നാവിന്റെ ഇൻട്രൊഡക്ഷൻ എടുത്തു. ദെൻ അതുപോലെ തന്നെ ക്വാളിറ്റി അഷ്വറൻസ് പറഞ്ഞു, ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പറഞ്ഞു. ഇനി ബാക്കിയുള്ള 3 പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay, miss. Thank you, miss. Thank you. Thank you.